Hi everyone, Business Buzzinde How to Sell on Amazon എന്ന ഈ ഒരു കോഴ്സിലെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐകാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ബാക്കി എപ്പിസോഡ്സ് കാണാനായിട്ട് ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ അറിയാനുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ GST Rates and HSN Code എന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് GST എടുക്കേണ്ടത് നിർബന്ധമാണ്. പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിനായിട്ട് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുന്നൊരു കാര്യമാണ് HSN കോഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി ആമസോണിൽ ചില സെല്ലേഴ്സെങ്കിലും വിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ HSN കോഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് പിന്നീട് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും ചോദിച്ചെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ GST റേറ്റ് അറിയാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോവുക, എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിമോ GST റേറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഐറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പല പല വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഒരു വേരിയേഷൻ ഒറ്റൊരു റിസൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ GST റേറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും. ചില പ്രൊഡക്ട്സ് എങ്കിലും അതിൻ്റെ പല വേരിയേഷൻസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാതും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എത്രയാണ് നിങ്ങൾക്ക് ടാക്സ് റേറ്റ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ജനറിക് ആയിട്ട് ഫുഡ് ഐറ്റംസ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഫുഡ് ഐറ്റംസ് GST റേറ്റ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഹോട്ടലിലത്തതും അങ്ങനെ എല്ലാ ഫുഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ GST റേറ്റിൻ്റെയും ഒരു ഡീറ്റെയിൽ പേജാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് വായിച്ച് മനസ്സിലാക്കാം എൻ്റെ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളതും അതിന് GST റേറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളതും. ഞാനിപ്പോൾ ഇവിടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് GST റേറ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ 28% ആണ് പറയുന്നത് ബ്യൂട്ടി ഓർ മേക്കപ്പ് പ്രിപ്പറേഷൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് ഫോർ ദ കെയർ ഓഫ് ദി സ്കിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വായിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ആ ഒരു കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള GST റേറ്റ് ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 18% GST റേറ്റ് വരുന്ന പ്രൊഡക്ട്സ് കാണിക്കുന്നുണ്ട്. ഹെയർ ഓയിൽ, പിന്നെ ടൂത്ത് പേസ്റ്റ്, എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ GST റേറ്റ് വരുന്നത് 18% ആണ്. ഇനി 28% GST റേറ്റ് വരുന്നത് ഏതൊക്കെ പ്രൊഡക്ട്സിനാണെന്നുള്ളതും താഴെ കാണിക്കുന്നുണ്ട്. പെർഫ്യൂംസ് എല്ലാം GST റേറ്റ് വരുന്നത് 28% ആണ്. ഷാംപൂസ്, പിന്നെ ഓറൽ ഹൈജീന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡെന്റൽ ഫ്ലോസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ GST റേറ്റ് 28% ആണ് വരിക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ GST റേറ്റും കണ്ടുപിടിക്കേണ്ടത്. പ്രൊഡക്റ്റിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് GST റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് വരുന്നത്, അതിൻ്റെ GST റേറ്റ് എത്രയാണെന്നുള്ളത്. ഇനി നമുക്ക് HSN കോഡ് എന്താണെന്നുള്ളത് നോക്കാം. HSN എന്ന് പറയുന്നത് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചറിൻ്റെ ഷോർട്ട് ഫോം ആണ്. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷനാണ് ഈ ഒരു HSN കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ഒരു ചിട്ടയായ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ, അതായത് വേർതിരിക്കാനാണ്. രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന കച്ചവടങ്ങളെ നമുക്ക് ഈ ഒരു HSN കോഡ് വഴി ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു HSN കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മളൊരു പ്രൊഡക്റ്റ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡുകളിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ HSN കോഡ് ചോദിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് എല്ലാ ഗുഡ്സും സർവീസസും 21 സെക്ഷനിലായിട്ട് 99 ചാപ്റ്റേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഫൈൻഡ് ചെയ്യാം. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ഏത് സെക്ഷനാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ പ്രൊഡക്റ്റ് ടൈപ്പുകളും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനിപ്പോൾ ഇവിടെ ടീ, കോഫി ആൻഡ് അതർ എഡിബിൾ പ്രിപ്പറേഷൻസിൻ്റെ ചാപ്റ്റർ 21 ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഡിസ്ക്രിപ്ഷൻ വായിക്കാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ HSN കോഡ് എത്രയാണെന്നുള്ളതും എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് HSN കോഡ് എത്രയാണെന്നുള്ളതും GST റേറ്റ് എത്രയാണെന്നുള്ളതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇതെല്ലാം വായിച്ചിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഏതിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ടുള്ള HSN കോഡ് ഇതിനകത്തുനിന്ന് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈസ്റ്റാണ് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ടാക്സ് റേറ്റ് വരുന്നത് 12% ആണ്. HSN കോഡ് വരുന്നത് 2102 ആണ്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് സ്റ്റാറ്റസിനെ കുറിച്ച് അറിയാം. ആമസോണിൽ നമ്മൾ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് മെയിനായിട്ട് ഉണ്ടാവുന്നത് ആക്റ്റീവ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റാറ്റസിലായിരിക്കും.
ഇതിന് പുറമേയുള്ള രണ്ട് സ്റ്റാറ്റസുകളാണ്, ഒന്ന് ഇൻകംപ്ലീറ്റും ഒന്ന് സപ്രസ്ഡും. ഇവയെല്ലാം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മാനേജ് ഇൻവെൻട്രി എന്ന പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ഓരോ ഐറ്റത്തിൻ്റെയും നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കാണാനായിട്ട് പറ്റും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് വാങ്ങാനായിട്ട് റെഡിയാണ്. ആമസോണിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട് തന്നെ. അപ്പോൾ ഏത് നിമിഷവും നമുക്ക് ഓർഡേഴ്സ് പ്രതീക്ഷിക്കാം എന്ന രീതിക്കാണ് ആക്റ്റീവ് പ്രൊഡക്ട്സ് നിൽക്കുന്നത്. ഇനി ഇനാക്റ്റീവ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് നമ്മൾ തന്നെ ഇനാക്റ്റീവ് ആക്കി ഇടുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നിലവിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി 0 ആണ് കാണിക്കുകയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഇനാക്റ്റീവ് എന്ന സ്റ്റാറ്റസിൽ ബ്രാക്കറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. ഇനി അതല്ലാതെ ആമസോൺ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്, അതായത് നിങ്ങൾ വിൽക്കുന്ന ഒരു ഐറ്റം മറ്റൊരു സെല്ലർ വിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ഐറ്റത്തിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾ ഇട്ടിട്ടുള്ള വില എന്ന് പറയുന്നത് 350 രൂപയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ആമസോണിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന് 350 രൂപയാണെന്നുണ്ടെങ്കിൽ ആമസോൺ അത് ഓട്ടോമാറ്റിക്കലി ഇനാക്റ്റീവ് ആക്കി ഇടും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. നിങ്ങളിനി MRPയേക്കാൾ കൂടുതൽ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് വെരിഫൈ ചെയ്തതിന് ശേഷം മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് വരുത്തിയതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ അടിച്ച് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൊഡക്റ്റ് ആക്റ്റീവ് ആവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് ചിലപ്പോൾ സപ്രസ്ഡ് കാറ്റഗറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. സപ്രസ്ഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ആമസോൺ എന്തെങ്കിലും റീസൺ കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിലവിൽ ഇനാക്റ്റീവ് ആക്കി സെറ്റാക്കിയിരിക്കുന്ന പ്രൊഡക്ട്സിനെയാണ് സപ്രസ്ഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് സപ്രസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് മിസ്സിംഗ് ഇൻഫോ എന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഇഷ്യൂ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇമേജ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഇമേജ് ഇതിൻ്റെ സേവ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഇവിടെ ഡ്രാഗ് അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചേഞ്ചസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ആമസോൺ റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് ആക്റ്റീവ് ആവുന്നതാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സിന് നിങ്ങൾക്ക് ഇവിടെ റീആക്ടിവേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് വീണ്ടും ആക്ടിവേറ്റ് ആവുന്നതാണ്. പ്രൊഡക്റ്റ് ലിസ്റ്റിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബ്രാൻഡഡ് പ്രൊഡക്ട്സ്, അൺബ്രാൻഡഡ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ജനറിക് പ്രൊഡക്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു മല്ലിപ്പൊടിയുടെ എക്സാമ്പിൾ എടുക്കാം, അതായത് കൊറിയാൻഡർ പൗഡർ. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് കാച്ച് എന്ന ബ്രാൻഡിൽ അവർ വിപണിയിൽ ഇറക്കിയിട്ടുള്ള കൊറിയാൻഡർ പൗഡറാണ്. ഇതെന്ന് പറയുന്നത് ആച്ചി എന്ന ബ്രാൻഡ് നൽകിക്കൊണ്ട് കൊറിയാൻഡർ പൗഡർ തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം വിൽക്കുന്നത് സെയിം മല്ലിപ്പൊടി തന്നെയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പുഷ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കൊറിയാൻഡർ പൗഡറാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു പേര് നൽകിക്കൊണ്ടാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് എന്നുള്ളത്. ഇനി നിങ്ങൾ അതല്ല, മല്ലിപ്പൊടി ജസ്റ്റ് ഒരു പാക്കറ്റിൽ പ്ലെയിൻ ആയിട്ട് തന്നെ പേരൊന്നും ഇല്ലാതെയാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് അൺബ്രാൻഡഡ് പ്രൊഡക്ട്സ് എന്നുള്ളത്. ഇനി എന്താണ് ഈ ബ്രാൻഡഡും അൺബ്രാൻഡഡ് പ്രൊഡക്ട്സും തമ്മിലുള്ള വ്യത്യാസം? ബ്രാൻഡഡ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അതിനൊരു പേരുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് അറിയാം അവരിപ്പോൾ മേടിച്ചിട്ടുള്ള ബ്രാൻഡ് ഏതാണെന്നുള്ളത്. അത് അവർ ഉപയോഗിച്ച് അത് നല്ലത് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യവും അവർ ഇതേ ബ്രാൻഡ് തന്നെ നോക്കി മേടിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ബ്രാൻഡ് നെയിം ഇല്ലാതെയാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ക്വാളിറ്റിയിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് പിന്നീട് അത് കണ്ടെത്തി മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് ജനറിക് പ്രൊഡക്ട്സ് എന്നുള്ളത് നോക്കാം. ജനറിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള നാമത്തിൽ നമ്മൾ വിൽക്കുന്ന ഐറ്റംസ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിരട്ട എടുക്കാം. ചിരട്ട നമുക്ക് ഇതേപോലെ ബ്രാൻഡ് നെയിം നൽകി വിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. അതുപോലെ തന്നെ ചകിരിയും നമുക്ക് അങ്ങനെ വിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. അപ്പോൾ ഇവയൊക്കെ പൊതുവേ നമ്മൾ 100% നാച്ചുറൽ കോക്കനട്ട് ഹസ്ക് അല്ലെങ്കിൽ കോക്കനട്ട് ഷെൽ എന്നൊക്കെ പറഞ്ഞാണ് വിൽക്കുന്നത്. അതായത് ഇതിൻ്റെ ജനറിക് നെയിം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നാമത്തിലാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ സെൽ ചെയ്യുന്നത്.